നമസ്കാരം. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ CPM-ന്റെ അവസ്ഥ. തുടർഭരണം നേടിത്തരുന്നതിൽ നിർണായക പങ്കുവഹിച്ച ക്ഷേമ പെൻഷൻ തന്നെ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നതിന്റെ പേരിൽ സർക്കാരിന്റെ അന്ത്യ കൂദാശയ്ക്ക് വഴിയൊരുക്കുമെന്ന സ്ഥിതിയിലാണ് എത്തിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഈ മാസം കൂടിയാകുമ്പോൾ 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാവും. ഇത് കൊടുത്തു തീർക്കാൻ 4800 കോടി രൂപ വേണം. സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള പ്രശ്നം. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഗഡുവായ 1600 രൂപ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിന്റെ കുടിശ്ശികയായിരുന്നു. ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. അത് ഡിസംബറിൽ നൽകേണ്ടതായിരുന്നു. മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും എന്നതാണ് അവസ്ഥ. ഉത്സവാവസരങ്ങളിലോ മറ്റോ 2 ഗഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല എന്നർത്ഥം. 2 ഗഡു ഒരുമിച്ച് നൽകുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ അനുവദിക്കുന്നുമില്ല. ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പയെടുത്താണ് ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നത്. കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡു കൂടി നൽകാൻ തികയുമായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് വകമാറ്റി. ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ്. ഈ പണം തിരിച്ചെടുക്കാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ. എന്നിട്ട് വേണം ഈ മാസം പെൻഷൻ നൽകാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ മാസത്തെ പെൻഷൻ തന്നെ എന്ന് കൊടുക്കാൻ കഴിയും എന്ന് ഒരു ഉറപ്പുമില്ലെന്ന് സാരം. 6 മാസത്തെ കുടിശ്ശിക ഒരു നുകമായി സർക്കാരിന്റെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നും ഉറപ്പ്.